നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സപ്പോർട്ടോടെ ജനകീയ സ്വതന്ത്രനായി മത്സരിച്ച താൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജി സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എച്ച് സലാം തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാറിക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇത്തവണ സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപത മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ജനങ്ങളുള്ളതെന്നും LDF വലിയ വിജയം നേടുമെന്നും PP ചിത്തരഞ്ജൻ. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സപ്പോർട്ടോടെ ജനകീയ സ്വതന്ത്രനായി മത്സരിച്ച താൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സപ്പോർട്ടോടെ ജനകീയ സ്വതന്ത്രനായി മത്സരിച്ച താൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ച ജില്ലാ പോലീസ് മേധാവിയുടെ പ്രസ്താവന തികച്ചും ഖേദകരമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടുമില്ല, പരാതിപ്പെട്ടിട്ടുമില്ല. മറിച്ച് പ്രദേശത്തെ ചില പാർട്ടി പ്രവർത്തകർ തന്നെ സ്വന്തം കാറിൽ പോകാൻ പോലും സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ചാണ് താൻ പറഞ്ഞതെന്നും ആളുകളെ വെട്ടിക്കൊല്ലുമെന്ന് പറയുന്നതും തീവ്രവാദമാണെന്നും LDFന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായതെന്നും ഒരു LC മെമ്പറിനാണ് അതിന്റെ ഉത്തരവാദിത്തമെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. എന്റെ പേര് പ്രകാരം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പ്രസ്താവന ഖേദകരമാണ്, പ്രതിഷേധകരമാണ്. ഇവിടെ തീവ്രവാദ സംഘടന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതല്ല, ദീർഘകാലമായിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വാഹനം ഓടിക്കുക, സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നത്. അദ്ദേഹത്തിന് അതിനോട് ചെറിയ കൊടുക്കുന്ന പ്രദീപിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നതിന് 2 തവണ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഗോപനോ അതിനകത്ത് ഈ കുറ്റപ്രഭാതമാണ് അതിന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയും ആ ക്ലിപ്പും എല്ലാം പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് തീവ്രവാദം. ഇവിടെയുള്ള തീവ്രവാദം അതാണ്. ആളുകളെ വെട്ടിക്കൊല്ലുമെന്ന് പറയുന്നതാണ് തീവ്രവാദം. അത് LDFന്റെ ഭാഗത്തുനിന്നാണ് തീവ്രവാദം ഉണ്ടായത്. LC മെമ്പറാണ്. അപ്പൊ അതിനെ കാൻഡിഡേറ്റ് തള്ളി പറഞ്ഞില്ല, LDF കാൻഡിഡേറ്റ് തള്ളി പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്റെ SP പറയുമ്പോ പോലീസ് സ്റ്റേഷൻ കൊടുത്ത ഈ പരാതി SP കണ്ടിട്ടില്ലെന്ന് വേണം ഞാൻ കരുതാം. അത് പറഞ്ഞ ഖേദകരമാണ്. അതല്ല. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എച്ച് സലാം പറഞ്ഞു. തന്റെ വോട്ട് കുടുംബസമേതം രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എച്ച് സലാം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എച്ച് സലാം പറഞ്ഞു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എച്ച് സലാം. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തനിക്ക് അനുകൂലമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ LDF വിജയിക്കും. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പോളിംഗിന് തൊട്ടു മുൻപ് വരെ തന്നെയും തന്റെ പാർട്ടി പ്രവർത്തകരെയും അധിക്ഷേപിക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചത്. എന്നാൽ അതേ ഭാഷയിൽ തിരികെ മറുപടി പറയേണ്ടതില്ല എന്നാണ് തങ്ങൾ തീരുമാനിച്ചതെന്നും അത്തരത്തിൽ യാതൊരു മറുപടിയും തങ്ങൾ പറഞ്ഞില്ല എന്നും എച്ച് സലാം പറഞ്ഞു. സഖാവ് CS സുജാതയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സമീപനം വരെ UDFന്റെയും പ്രത്യേകിച്ച് UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും ഇതിനെല്ലാമുള്ള മറുപടിയായിരിക്കും LDFന്റെ അമ്പലപ്പുഴയിലെ മികച്ച വിജയമെന്നും എച്ച് സലാം കൂട്ടിച്ചേർത്തു. ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിലയിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ന് പോളിംഗ് ഡേയിൽ ബൂത്തുകളിലേക്ക് പോയപ്പോഴെല്ലാം വോട്ടർമാരുടെ പ്രതികരണം വളരെ അനുകൂലമായ നിലയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. മികച്ച ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴ ഇടതുപക്ഷം ജയിക്കും എന്ന ഉറച്ച വിശ്വാസം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാന നിമിഷം വരെയും ഞങ്ങളെല്ലാം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ, ഇലക്ഷൻ കമ്മിറ്റിയെ നയിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ എല്ലാവരെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നൊരു നിലയാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടായത്. ആ അധിക്ഷേപം എല്ലാം ഉണ്ടായ സമയത്തെല്ലാം ഞങ്ങൾ പൊതുവെ തീരുമാനിച്ചത് ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക് അങ്ങനെ തിരിച്ച് അതേ ഭാഷയിൽ മറുപടി പറയാൻ പാടില്ല, പറയേണ്ടില്ല എന്നാണ് തീരുമാനിച്ചത്.
അതോ യാതൊന്നും ഞങ്ങളങ്ങനെ തിരിച്ചു പറയാൻ പരിശ്രമിച്ചിട്ടില്ല. ഒരുപാട് കുബുദ്ധികൾ ഈ ഇലക്ഷനിൽ UDF പ്രയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ നേതാവുമായ സഖാവ് CS സുജാതയും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട്. അവർ നായരാണ് എന്ന നിലയിലേക്ക് പറഞ്ഞ് അവരുടെ കൂടി വരുന്ന ആളാണ്. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാറിക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ പ്രചാരണവും വലിയ രീതിയിൽ പണം മുടക്കിയുള്ള പ്രചാരണവുമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ജനങ്ങൾ കണ്ടതെന്നും ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിരിക്കും ഇത്രയും സമ്പത്ത് ചെലവഴിച്ചും നിരവധി ആളുകളെ പ്രചാരണത്തിനായി രംഗത്തിറക്കിയും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിടികിട്ടും, വോട്ടെണ്ണി കഴിയുമ്പോൾ നാസറിനെ പിടികിട്ടും. കഴിഞ്ഞ തവണ ഇത് പറഞ്ഞതാണ്. ഇവിടെ BJPയും CPMുമായിട്ടാണ് ധാരണ. കഴിഞ്ഞ തവണയും CPMന്റെ വോട്ടാണ് BJPയിലേക്ക് പോയത്. അത് വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് പോയത് ആരുടെ വോട്ടായിരുന്നു? CPMന്റെ വോട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ BJP 2ാം സ്ഥാനത്ത് വന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നത്, CPM 3ാം സ്ഥാനത്തും പോയി. അത് ഞങ്ങളുടെ വോട്ട് പോയതാണ്. അത് ഞങ്ങളുടെ വോട്ട് കൊണ്ടുപോയത് കൊണ്ടാണോ? CPM എല്ലാ കാലത്തും ഇവിടെ 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്ത് പോയി. അപ്പൊ ആരുടെ വോട്ടാ പോയെ? പറയുന്നതിന് യുക്തി വേണ്ടേ? അവരുടെ വോട്ടാണ് ഒഴിച്ചു പോയത് കഴിഞ്ഞ തവണ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് അതേപോലെ കിട്ടി. അവരുടെ വോട്ട് BJP പോയപ്പോഴാണ് അവർ 3ാം സ്ഥാനത്ത് പോയത്. കായംകുളത്ത് 3ാം സ്ഥാനത്ത് പോയി, പല സ്ഥലത്തും അവർ 3ാം സ്ഥാനത്ത് പോയി. ഏതായാലും BJP ആയിട്ടുള്ള കൂട്ടുകെട്ട് CPM അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നാസർ ആദ്യം സ്വന്തം പാളയത്തിലെ പട നോക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വൻ വിജയം കേരളത്തിൽ നേടും. ആലപ്പുഴ ജില്ലയിലും ഇത്തവണ സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാറിക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ BJPയും CPIMുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും CPIMും BJPയും തമ്മിൽ തന്നെയായിരുന്നു ഡീലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഹരിപ്പാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനം BJPക്കായിരുന്നു. അവിടെ CPIM വോട്ട് BJPക്ക് മറിച്ചത് കൊണ്ടാണ് അവർക്ക് 2ാം സ്ഥാനം ലഭിച്ചത്. ഏതായാലും BJPയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്നാണ് തനിക്ക് അവരോട് പറയാനുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ ഉജ്ജ്വല വിജയം സമ്മാനിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ത്രികോണ മത്സരമാണ്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ വാശിയേറിയ നല്ല പ്രചരണം കൊടുത്തുകൊണ്ടുള്ള, നല്ല സമ്പത്ത് മുടക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം ആണ് ഒരുപക്ഷെ കേരളം കണ്ടിട്ട് വെച്ച് ഏറ്റവും കൂടുതൽ വാശിയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാവരും ഇറക്കിക്കൊണ്ടുള്ള ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ത്രികോണ മത്സരം എല്ലാ മണ്ഡലത്തിലും ഉണ്ടോ അതോ എല്ലാ ചിലയിടത്തൊക്കെ വളരെ ശക്തമാണ്. മിക്ക സ്ഥലത്തും ത്രികോണ മത്സരമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ത്രികോണ മത്സരം വളരെ ശക്തമാണെങ്കിലും ചിലയിടത്തെല്ലാം ആ ത്രികോണ മത്സരമല്ല, രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് വളരെ ശക്തം. രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് പൊതുവെ നിലവിൽ? രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപതാമെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പറഞ്ഞു. ആലപ്പുഴ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപതാമെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പറഞ്ഞു.
ആലപ്പുഴ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നല്ല നേതാക്കളെ തെരഞ്ഞെടുത്ത് നല്ല ഭരണം സമ്മാനിക്കാനുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ദേശത്തിന്റെ ഏറ്റവും വലിയൊരു എക്സസൈസ് നമ്മളെല്ലാവരും നമ്മുടെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സുസ്ഥിരമായ നല്ല ഭരണം, അതുപോലെ തന്നെ പൊതു പങ്കാളിത്തം, നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിയും വളർച്ചയും ഒക്കെ ഉറപ്പുള്ള ഒരു ഭരണകൂടം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ജനങ്ങളുള്ളതെന്നും LDF വലിയ വിജയം നേടുമെന്നും PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ സുഗ്രീയ ബസാറിന് സമീപം YMMA LP സ്കൂൾ ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചിത്തരഞ്ജൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ജനങ്ങൾ ഉള്ളതെന്നും LDF വലിയ വിജയം നേടുമെന്നും PP ചിത്തരഞ്ജൻ പറഞ്ഞു. ആലപ്പുഴ സുഗ്രീയ ബസാറിന് സമീപം YMMA LP സ്കൂൾ ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PP ചിത്തരഞ്ജൻ. ഇത്തവണ നല്ല പോളിംഗ് ഉണ്ടാകും. അമ്പലപ്പുഴ മണ്ഡലത്തിൽ H സലാം മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആലപ്പുഴയിൽ LDFന്റെ വിജയം സുനിശ്ചിതമാണെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. സംസ്ഥാനത്ത് LDF മൂന്നാം തവണയും അധികാരത്തിലെത്തും. അതാണ് മെയ് 4 റിസൾട്ട് വരുമ്പോൾ നടക്കാൻ പോകുന്നതെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞതായും PP ചിത്തരഞ്ജൻ കൂട്ടിച്ചേർത്തു. ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. നല്ല പോളിംഗ് നടക്കും. നല്ല വിജയം LDF നേടും. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സഖാവ് H സലാം വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ആലപ്പുഴയിൽ LDFന്റെ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ വീണ്ടും LDFന്റെ തുടർ ഭരണം, അതാണ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവേശത്തിലാണ് ജനങ്ങളാകെ. എന്തായാലും വളരെ സമാധാനവും അതോടൊപ്പം തന്നെ ഏറെ താല്പര്യത്തോടും കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സപ്പോർട്ടോടെ ജനകീയ സ്വതന്ത്രനായി മത്സരിച്ചെത്താൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് G സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് H സലാം തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാറിക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇത്തവണ സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ജനങ്ങളുള്ളതെന്നും LDF വലിയ വിജയം നേടുമെന്നും PP ചിത്തരഞ്ജൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.